ക്രിസ്തുയേശുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. അനുഗ്രഹിക്കപ്പെട്ട സഭായോഗം തന്നെ നമ്മുടെ ജീവിതത്തിലൊരു മോട്ടിവേഷനായിരുന്നു. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഓരോ സഭായോഗവും റീചാർജ് ചെയ്യപ്പെടുകയാണ് നമ്മൾ ഓരോരുത്തരും. ഞാൻ ഈ നമ്മുടെ ചർച്ചിൻ്റെ തൊട്ടടുത്തുള്ള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെൻറ് മുഹമ്മദൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 16 വർഷമായി അധ്യാപികയാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് അവിടെ പ്രഥമാധ്യാപികയായി ജോലി ചെയ്യുന്നു. പലപ്പോഴും ഈ ചർച്ച് കണ്ടിട്ടുണ്ട്. ഇവിടെ വന്നൊരു ആരാധന കൂട്ടണമെന്ന് പലപ്പോഴും ആഗ്രഹമുണ്ടായിരുന്നു. കാരണം ലിയോ 13ലെയും ഇവിടെ അടുത്തുള്ള ടീച്ചേഴ്സൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. പക്ഷേ അന്നൊന്നും വരാൻ സാധിച്ചില്ല. ദൈവത്തിൻ്റെ നിർണയപ്രകാരം ഇന്ന് ഈ ചർച്ചിൽ നിൽക്കുവാൻ തക്കവണ്ണം ദൈവം എന്നെ സഹായിച്ചു. പാസ്റ്റർ പറഞ്ഞത് മോട്ടിവേഷൻ സ്പീച്ച് എന്നാണ് പറഞ്ഞത്. 25 മിനിറ്റ്സാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. എനിക്കൊരു വിഷയവും തന്നിട്ടുണ്ടായിരുന്നു, യുവ തലമുറ, അതായത് നമ്മുടെ കുട്ടികളും കലാലയ ജീവിതവും സ്കൂൾ ജീവിതവും എന്നുള്ള വിഷയമാണ്. പക്ഷേ എൻ്റെ മുമ്പിലിരിക്കുന്നത് കൂടുതലും പ്രായമുള്ളവരാണ്. കുട്ടികൾ വളരെ കുറച്ചും മാത്രമേ ഉള്ളൂ. അതിൽ ടീനേജ് കുട്ടികളാണ് കൂടുതൽ, കൊച്ചുകുട്ടികളുമുണ്ട്. എല്ലാവരെയും ടച്ച് ചെയ്തുകൊണ്ട് എൻ്റെ സമയപരിധിക്കുള്ളിൽ തന്നെ നിന്ന് അവസാനിപ്പിക്കാമെന്ന് ഞാൻ കരുതുകയാണ്. എല്ലാവർക്കും ഉച്ചഭക്ഷണം കഴിക്കാനുള്ള സമയമൊക്കെ ആയി എന്നെനിക്കറിയാം. സങ്കീർത്തനം 139 അധ്യായത്തിൻ്റെ 14 വാക്യത്തിൽ, അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു, ഭയങ്കരവും അതിശയകരവുമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പോൾ എനിക്ക് ഇവിടെയുള്ള കുഞ്ഞുങ്ങളോടും വലിയവരോടും പറയാനുള്ള ഒരു വലിയ ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു മോട്ടിവേഷൻ നമുക്കില്ല. ഞാൻ സെക്കുലർ വേദികളിൽ സംസാരിക്കുന്ന ഒരാളാണ്. എന്നാൽ ഇന്ന് ഞാൻ നിൽക്കുന്നത് ദൈവസഭയിലാണ് എന്നൊരു ഭയവും ആ ഒരു ഉത്തരവാദിത്വവും എന്നിലുള്ളത് കൊണ്ട് ദൈവവചനത്തിൽ അധിഷ്ഠിതമായ മോട്ടിവേഷനാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും നിലനിൽക്കുന്നതും ദൈവവചനത്തിൽ അധിഷ്ഠിതമായ മോട്ടിവേഷനായിരിക്കും. അതുകൊണ്ടാണ് അപ്പോൾ ഈ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അമ്മയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവാകും മുൻപേ ഞാൻ നിന്നെ കണ്ടു എന്ന് ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്നത് ഉദരത്തിൽ ഞാൻ നിന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയകരവുമായ സൃഷ്ടിയാണ്. അപ്പം നമ്മൾ ഓരോരുത്തരും യുണീക്കായിട്ടുള്ള ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. യുണീക്ക്, സമാനതകളില്ലാത്ത, നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ സമാനതകളില്ലാത്ത സൃഷ്ടിയാണ്. എനിക്കുള്ള കഴിവുകളല്ല ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, എനിക്കുള്ള ടാലൻറ്റുകളല്ല ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ടാലൻ്റ് ഇല്ലാത്ത ആരുമില്ല. എല്ലാവർക്കും ദൈവം ഏതെങ്കിലും ഒരു കഴിവുകൾ നൽകിയിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ചിലത് പുറത്തു വരുന്നില്ല എന്ന് ചോദിച്ചാൽ നമ്മൾ കുഴിച്ചിട്ടിരിക്കുകയാണ്. ഒന്നാമത് നമ്മുടെ ടാലൻറ്റുകളെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന വരങ്ങളെ നമ്മൾ കണ്ടെത്തി അത് പ്രയോജനപ്പെടുത്തുമ്പോഴാണ് അത് മറ്റുള്ളവർക്ക് പ്രയോജനകരമായി തീരുന്നത്. നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഒരു കൊച്ചു കുട്ടിയുടെ സ്വഭാവം രൂപപ്പെടുന്നത് എപ്പോഴാണ്? 7 വയസ്സിന് മുൻപേ നമ്മുടെ സ്വഭാവം രൂപപ്പെട്ടു. എൻ്റെ സ്വഭാവം 7 വയസ്സിന് മുൻപേ രൂപപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു 3 മണിക്കൂർ ആലപ്പുഴയിലെ ഏറ്റവും പ്രമുഖനായ ഒരു സൈക്കോളജിസ്റ്റുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ടീച്ചറെ, കെയർ ടേക്കർ, അതായത് ഒരു കുഞ്ഞിനെ വളർത്തുന്നയാൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ വളർത്തുന്ന ആൾ, അതായത് അമ്മയോ അച്ഛനോ ചിലപ്പോൾ ആയിരിക്കില്ല, ജോലിക്കാരായിട്ടുള്ള മാതാപിതാക്കളൊക്കെ വിദേശത്താണെങ്കിൽ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും കൂടെ കുഞ്ഞുങ്ങൾ വളരും. അല്ലെ, നമ്മൾ വീട്ടിൽ ചിലപ്പോൾ കുഞ്ഞുങ്ങളെ നോക്കാനായി നിർത്തിയിരിക്കുന്ന സഹായികളുടെ കൂടെ കുഞ്ഞുങ്ങൾ വളരും. ഏറ്റവും പ്രധാനം കുഞ്ഞുങ്ങളെ വളർത്തുന്ന ആളുടെ സ്വഭാവമാണെന്ന്. കെയർ ടേക്കർ, അവർ സംസാരിക്കുന്നത്, അവർ പെരുമാറുന്നത്, അവരുടെ ഭാഷ, അവർ കുഞ്ഞുങ്ങളോട് ഇടപെടുന്നത്, ഇതെല്ലാം കുഞ്ഞുങ്ങളെ സ്വാധീനിക്കും. അതവരുടെ ജീവിതത്തിലെ സ്വഭാവമായി രൂപാന്തരപ്പെടുത്തും. അതുകൊണ്ടാണ് നമ്മൾ കുഞ്ഞിലെ എന്ത് ചെയ്യുന്നത്? വാക്യം പഠിപ്പിക്കുന്നത്, കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത്, ആ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരാൻ. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. അപ്പം നമ്മുടെ ഈ സ്വഭാവം, ശീലം, ഇതെല്ലാം തന്നെ കുഞ്ഞുപ്രായത്തിൽ രൂപപ്പെടുന്നതാണ്. ഞാൻ
ലോകത്തിലെ 2 മഹായുദ്ധങ്ങൾക്ക് കാരണക്കാരനായ ഹിറ്റ്ലർ എന്ന് പറയുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് കുഞ്ഞുങ്ങളൊക്കെ വായിച്ചു കാണും, ഒരു പക്ഷേ പഠിച്ചു കാണും. ഹിറ്റ്ലർ ധാരാളം ആളുകളെ കൊന്നെടുക്കുന്നതിന് കാരണക്കാരനായി മാറി. ലോകമഹായുദ്ധം, 2ാം ലോകമഹായുദ്ധം തന്നെ അദ്ദേഹത്തിൻ്റെ ദേശത്തിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ അദ്ദേഹം കുഞ്ഞിലെ അദ്ദേഹത്തെ വളർത്തിയത് അതിക്രൂരനായ, അദ്ദേഹത്തിൻ്റെ പിതാവ് ഭയങ്കര ക്രൂരനായിരുന്നു. അതിക്രൂരമായിട്ട് ഈ കുഞ്ഞ് ഹിറ്റ്ലറിനെ അടിക്കുമായിരുന്നു. മാത്രമല്ല മാനസികമായി ബുദ്ധിമുട്ടുള്ള, എപ്പോഴും ഉപദ്രവിക്കുന്ന ഒരു അമ്മായിയും ഹിറ്റ്ലറിൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ഹിറ്റ്ലർ വളർന്നു വലുതായപ്പോൾ അദ്ദേഹം ചെയ്തത്, ഈ പകയെല്ലാം കൂടെ ഉള്ളിൽ കിടന്നിട്ട് അദ്ദേഹം ചെയ്തത് എൻ്റെ പിതാവിൻ്റെ സെമിത്തേരിയിൽ പോയി അദ്ദേഹത്തിൻ്റെ ശവകുടീരം ബുൾഡോസർ വെച്ച് ഇടിച്ചു കളയുകയാണ് ചെയ്തത്. അതുപോലെ ഇനി മാനസിക അസ്വാസ്ഥ്യമുള്ളവരൊന്നും ഭൂമിയിൽ ജീവിക്കണ്ട എന്ന് പറഞ്ഞ് തൻ്റെ അമ്മായിയെപ്പോലെയുള്ള ആളുകളെ കൊന്നൊടുക്കിയെന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ ഒരാളുടെ ആ സ്വഭാവം, ഒരു കുഞ്ഞിനെ വളർത്തുമ്പോൾ ആ പിതാവിൻ്റെ ക്രൂരത ആ കുഞ്ഞിൽ എത്രമാത്രം അതിന് വേദന ഉണ്ടാക്കി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്ന് വെച്ച് കുഞ്ഞുങ്ങളെ അടിക്കരുതെന്നാണോ ദൈവവചനം പറയുന്നു? കുഞ്ഞുങ്ങളെ ശിക്ഷിക്കണം, ബാലശിക്ഷ നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. കൊലോസ്യർ 4:21 അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് മക്കളെ കോപിപ്പിക്കരുത്. അപ്പോൾ കോപിപ്പിക്കുന്ന രീതിയിൽ, അധൈര്യപ്പെടുത്തുന്ന രീതിയിൽ നമുക്ക് ശിക്ഷിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ മക്കളോട് പറയുന്നുണ്ട്, മക്കളെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത്, ഞാൻ 2 തരം ആൾക്കാർ ഇവിടെ ഇരിപ്പുള്ളത് കൊണ്ട് എനിക്ക് ഒരു ഭാഗത്ത് മാത്രം നിന്ന് സംസാരിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്. മക്കളെ ചേർത്ത് പിടിക്കണം, മക്കളോട് സംസാരിക്കണം. നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. ബാലശിക്ഷ ദൈവവും നമുക്ക് തരുന്നതാണ്. ബാലശിക്ഷ നമ്മളെ കൊല്ലുവാനല്ല, നമ്മളെ നന്നാക്കുവാനായിട്ടാണ്. ഇന്നത്തെ തലമുറയുടെ പ്രത്യേകത എന്താണ്? ഈ കോവിഡിന് ശേഷം നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി മാറ്റം വന്നിരിക്കുന്നു. എനിക്ക് വളരെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ, ഒത്തിരി അനുഭവങ്ങൾ എന്നിലുണ്ട്. എന്നാൽ ഞാൻ അതൊന്നും ഇവിടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ബുദ്ധിപരമായി ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നിലവാരമുള്ള ഒരു തലമുറയാണ് വളർന്നു വരുന്നത്. പലപ്പോഴും പേരൻസും ഞങ്ങൾ അധ്യാപകരും ഒക്കെ പറയാറുണ്ട്, ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ ഭയങ്കര കുഞ്ഞുങ്ങളാണ്, ഇപ്പോഴത്തെ ആൾക്കാർ കുഞ്ഞുങ്ങൾ ഭയങ്കര ബുദ്ധിയുള്ള പിള്ളേരാണെന്ന് പറഞ്ഞു. അവരുടെ ജനറ്റിക്കായിട്ട് വളരെ ബുദ്ധിപരമായി ഉന്നത നിലവാരമുള്ള കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ വളർന്നു വരുന്നത്. കൂടാതെ ഇൻ്റർനെറ്റ്, മൊബൈൽ ഫോണ്, അങ്ങനെ ഉള്ള സാധനങ്ങളൊക്കെ അവർ ഉപയോഗിക്കുന്നു. രക്ഷിതാക്കളെക്കാൾ കൂടുതൽ ഇത് ഭംഗിയായി ഉപയോഗിക്കാനുള്ള കഴിവും ഇന്നത്തെ തലമുറയിലുള്ള കുഞ്ഞുങ്ങൾക്കുണ്ട്. അവർ ഇൻ്റർനാഷണലായിട്ട് ചിന്തിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വിദേശത്ത് പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇൻ്റർനാഷണലായിട്ടാണ് അവർ ചിന്തിക്കുന്നത്. എന്താണ് കേരളത്തിൽ ജീവിക്കാൻ ആഗ്രഹമില്ലാത്തത്? ബെറ്റർ ലിവിങ് കണ്ടീഷൻ, ബെറ്റർ ലൈഫ് സ്റ്റൈൽ, ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്നു. നല്ല ജീവിതം നയിക്കാൻ, നല്ല ജോലി കിട്ടാൻ, നന്നായി ജീവിക്കാനൊക്കെ അവർ ആഗ്രഹിക്കുന്നു. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രത്യേകതയിൽ ഒന്നാണ്, അവർ ചോദ്യം ചെയ്യുന്നവരായിരിക്കും. ഒരുപക്ഷെ നമ്മുടെ വിശ്വാസ ജീവിതത്തെ, അല്ലെങ്കിൽ നമ്മളുടെ മൂല്യങ്ങളെ, നമ്മൾ ഇത്രയും കാലം ഉയർത്തിപ്പിടിച്ച കാര്യങ്ങളെയൊക്കെ ചോദ്യം ചെയ്യുകയും അതിൻ്റെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടിട്ട് മാത്രം അവയെ വിശ്വസിക്കാൻ തയ്യാറാകുകയും ചെയ്യുന്ന ഒരു യുവതലമുറ നമ്മുടെ ചർച്ചകളിലും മറ്റുമുണ്ട് എന്നുള്ള കാര്യം കൂടി നമുക്ക് വിസ്മരിക്കാൻ സാധിക്കില്ല. ഏതായാലും സോഷ്യൽ മീഡിയയുടെ, ഇൻ്റർനെറ്റിൻ്റെ ഒരു വലിയ സ്വാധീനമുള്ള കുട്ടികളാണ് നമ്മുടെ വിശ്വാസികളിലും ഉള്ളത് എന്നത് നമുക്ക് മറക്കാൻ സാധിക്കില്ല. പക്ഷേ ദൈവഭയം നമ്മിൽ നിന്ന് പോകാതിരിക്കുവാനായിട്ട് മാതാപിതാക്കൾ ആ കുഞ്ഞുങ്ങളിൽ വളരെയധികം സ്വാധീനം ചെലുത്താൻ ഇടയാകണം. അതുപോലെ പ്രാർത്ഥിക്കുവാനും അവർക്ക് വേണ്ടി യാചിക്കുവാനും തയ്യാറാകണം. അതുപോലെ ഈ കോവിഡിന് ശേഷം മാനസികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ധാരാളം കുട്ടികളെ കണ്ടിട്ടുണ്ട്. ജീവിതം ഒന്നേ ഉള്ളൂ, ജീവിതം നിസ്സാരമാണ്, ജീവിതം പെട്ടെന്ന് തീരും, മരണം എപ്പോഴും വരാം, അതുകൊണ്ട് ഇപ്പോഴുള്ള കാലം ആസ്വദിക്കുക, ആഘോഷിക്കുക, അങ്ങനെ ഒരു മെസ്സേജ് പ്രായമുള്ളവരിലും കുട്ടികളിലുമൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കോവിഡ് വന്ന് എത്രയോ പേര് മരിച്ചു, പെട്ടെന്ന് മരിക്കാം, അതുകൊണ്ട് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുക. പക്ഷേ ദൈവത്തിൻ്റെ ഭയം നമ്മിൽ നിന്ന് വിട്ടുപോകാതെ ജീവിക്കുവാനായിട്ട് ഇടയാകട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചൊരു പ്രധാന കാര്യമാണ് ആഭരണ വർജനം, ആഭരണ ധാരണം. നമ്മുടെ പെന്തക്കോസ്ത് സഭകളിലില്ല.
കേരളത്തിലെ വിശ്വാസ സമൂഹം നെഞ്ചിലേറ്റിയ ഒരു വിശ്വാസമാണ്, അല്ലെങ്കിൽ ഒരു ജീവിത രീതിയാണ് ഈ ആഭരണ വർജനം എന്ന് പറയുന്നത്. ഐഡൻറ്റിറ്റി. എന്തിനു വേണ്ടിയാണ് നമ്മൾ ആഭരണം ഉപേക്ഷിച്ചത്? ഒരു ഐഡൻറ്റിറ്റിക്ക് വേണ്ടി, സിംപ്ലിസിറ്റിക്ക് വേണ്ടി, ലാളിത്യത്തിന് വേണ്ടി, സെപ്പറേഷന് വേണ്ടി. വേർപാട് എന്ന് പറയുന്നത് ദൈവസഭയുടെ അടിസ്ഥാന പ്രമാണമാണ്. ലോകത്തിൽ നിന്നുള്ളവരിൽ നിന്ന് വേർപെട്ടവരാണ് എന്ന് നമ്മൾ കാണിക്കുന്നതിന് വേണ്ടി. അതുപോലെ ആഡംബരത്തോടുള്ള താല്പര്യമില്ലായ്മ, ഇവയൊക്കെയാണ് നമ്മളെ ഈ ആഭരണ ധാരണത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടുവന്നത്. എന്നാൽ നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളും ആഭരണം ധരിക്കുന്നില്ല. കോളേജുകളിലൊക്കെ പോകുന്ന പെൺകുട്ടികൾക്ക് പലതരത്തിലുള്ള വിവേചനം കോളേജിലൊക്കെ ചെല്ലുമ്പോൾ, സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ ഉണ്ടാകാറുണ്ട്. ഞാനുമൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ ആഭരണം ഇല്ലാത്തതിൻ്റെ പേരിൽ ഒത്തിരി കളിയാക്കുകൾ സഹപാഠികളിൽ നിന്നുണ്ടായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒട്ടും ക്ഷീണിച്ചിട്ടില്ല. അതൊരു പ്രത്യേക ഐഡൻറ്റിറ്റി ആയിട്ട് നിർത്തുന്നു. ഇപ്പോഴും ജോലി സ്ഥലത്ത് ഈ ആഭരണമില്ലായ്മ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് തന്നെ മാറിയിരിക്കുന്നു. എല്ലാവർക്കും എന്നെ തിരിച്ചറിയാമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ആത്മീയത എന്ന് പറയുന്നത് വേഷവിധാനമല്ല, അത് എല്ലാവർക്കും വേഷം കെട്ടൽ മാത്രമല്ല നമ്മുടെ ആത്മീയത എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ആരാധന, കുഞ്ഞുങ്ങളോട് പറയുന്നു ആരാധിക്കണം, ദൈവത്തെ സ്തുതിക്കണം, പാട്ടുപാടണം, കൈയടിക്കണം. പക്ഷേ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുമ്പോഴാണ് ആ ആരാധനയ്ക്ക് കുറച്ചും കൂടി അർത്ഥമുണ്ടാകുന്നത്. നമ്മൾ സൺഡേയിലും സാറ്റർഡേയിലും ഒക്കെ ചർച്ചിലാണ്, അല്ലെങ്കിൽ ചർച്ചിലെ മീറ്റിംഗ് കഴിയുന്നു. അതിനുശേഷം നമ്മൾ പോകുന്ന എങ്ങോട്ടാ? നമ്മൾ സ്കൂളിലേക്ക്, കോളേജിലേക്ക്, ജോലി സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ കച്ചവട സ്ഥലത്തേക്കൊക്കെ നമ്മൾ പോവുകയാണ്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഈ ആരാധനയുടെ അന്തരീക്ഷമൊന്നുമില്ല. നമ്മളുടെ കൂടെ കൂട്ടുകാരാണ്, തമാശ പറയുന്നു, പലതരത്തിലുള്ള ആളുകളുടെ ഇടയിൽ നമ്മളായിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്, ഈ ലോകത്തിൻ്റെ ഉപ്പാണ്, അല്ലേ? നിങ്ങൾ ഉപ്പാകുന്നു. അപ്പം ആ ഒരു ചിന്ത നമ്മളിലുണ്ടെങ്കിൽ അവരുടെ ഇടയിൽ, നേരത്തെ പാസ്റ്റർ പറഞ്ഞതുപോലെ, ഒരു മെഴുകുതിരി വെട്ടമായിട്ട് നമുക്ക് നിൽക്കാനായിട്ട് കഴിയും. നമ്മുടെ ആത്മീയത ഹൃദയത്തിൽ നിന്ന് വരണം. ഞാൻ പെന്തക്കോസ്തിൻ്റെ 3-ാം തലമുറയിലുള്ള ആളാണ്. എൻ്റെ ആത്മീയത എൻ്റെ ചോയ്സാണ്. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ മാതാപിതാക്കൾ ഒരുപക്ഷെ അഭിഷേകം പ്രാപിച്ചവരായിരിക്കാം, മാനസാന്തരപ്പെട്ടവരായിരിക്കാം, സ്നാനമേറ്റവരായിരിക്കാം. പക്ഷെ നിങ്ങളുടെ ആത്മീയത നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങളാണ് യേശുവിനെ സ്വന്തം രക്ഷിതാവായി തിരഞ്ഞെടുത്ത് കർത്താവിനെ ഏറ്റുപറഞ്ഞ് ദൈവമക്കളായി തീരേണ്ടത്. നിങ്ങളുടെ ജീവിതമാണ്, നിങ്ങളുടെ തിരഞ്ഞെടുപ്പാണ്. അതിനകത്തൊരു സഹായം ചെയ്യാൻ മാത്രമേ പാസ്റ്റർക്കോ അല്ലെങ്കിൽ സൺഡേ സ്കൂൾ അധ്യാപകർക്കോ മാത്രം കഴിയൂ. ഇത് നിങ്ങളുടെ ജീവിതമാണ് എന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക. അതുപോലെ കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു പ്രധാന കാര്യം, 3 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാധാന്യമുള്ളതാണ്. ഒന്ന്, യേശുവിൻ്റെ രക്തമാണ്. യേശുവിൻ്റെ രക്തം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങളെ മാത്രമല്ല, ഞങ്ങളെ ഓരോരുത്തരെയും യേശുവിൻ്റെ രക്തത്താൽ പൊതിയപ്പെടണം. സ്കൂളിൽ പോകുന്നതിന് മുമ്പ് യേശുവിൻ്റെ രക്തത്തിൽ അഭയം തേടിയിട്ടേ നമ്മൾ പോകാവൂ. യേശുവിൻ്റെ രക്തം. മറ്റൊന്ന് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ പാറയെ തകർക്കുന്ന ചുറ്റിക എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ വചനം പാറയെ തകർക്കുന്ന ചുറ്റിക. അതെന്താണ് ഈ പാറയെ തകർക്കുന്ന ചുറ്റിക എന്ന് എഴുതിയിരിക്കുന്നത്? കൂടം വെച്ച് പണ്ട് ഈ കല്ലുകൾ, ഈ മെഷീനൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ആളുകളാണ് കല്ല് പൊട്ടിക്കുന്നത്. ഒരു വലിയ കരിങ്കല്ല്, എൻ്റെ വീട്ടിലൊക്കെ പണ്ട് കല്ല് കൂടം വെച്ച് അടിച്ച് പൊട്ടിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അയാൾ ഒരടി അടിക്കും, പൊട്ടത്തില്ല. രണ്ടാമത്തെ അടി അടിക്കും, പൊട്ടത്തില്ല. 3 അടിക്കും, പൊട്ടത്തില്ല. 4 പൊട്ടത്തില്ല. പക്ഷെ 6ാമത്തെ അടിക്ക് ആ കരിങ്കല്ല് 2 പീസാകുന്ന കണ്ടിട്ടുണ്ട്. ഈ ശക്തിയാണ് ദൈവത്തിൻ്റെ വചനത്തിന്. ദൈവത്തിൻ്റെ വചനം ഏതെങ്കിലും ഒരു തട്ട് തട്ടുമ്പോൾ അത് എത്രാമത്തെ തട്ടാണെന്ന് പറയാൻ കഴിയില്ല. ദൈവത്തിൻ്റെ വചനം ഏതോ ഒരു തട്ടിന് കല്ല് പോലെയുള്ള ഹൃദയങ്ങളെ പൊട്ടിക്കാൻ തക്കവണ്ണം ശക്തിയുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ട് തന്നെ സുവിശേഷം പറയുന്ന ആളുകൾ ദൈവത്തിൻ്റെ വചനം എടുത്ത് സംസാരിക്കുമ്പോൾ അതിന് പാറയെ തകർക്കുവാനുള്ള ചുറ്റികയുടെ ശക്തി ഉണ്ടെന്ന് ഓർത്തോ. എന്നാ അത് പൊട്ടുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ദൈവത്തിന് സ്തോത്രം. അതുപോലെ കുഞ്ഞുങ്ങളോട് പറയുന്നു, ദൈവവചനത്തെ ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയുള്ളത്. ഇരുവായ്ത്തലയുള്ള വാളാന്നല്ല പറഞ്ഞത്, ഇരുവായ്ത്തലയുള്ള ഏത് വാള്, ഈ ലോകത്ത് ഇന്നേ വരെ ഇറങ്ങിയിട്ടുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളത്, പ്രാണനെയും സദ്യമഞ്ചുകളെയും വരെ
തുളച്ചു ചെല്ലുന്നത്, ഹൃദയത്തിലെ ചിന്തകളെ വിവേചിക്കുന്നത് അത്ര ഭയങ്കരമാണ്. ചില ആളുകളോട് ദൈവത്തിൻ്റെ വചനം സംസാരിക്കണം, ദൈവത്തിൻ്റെ ദാസന്മാർ ദൈവത്തിൻ്റെ വചനം സംസാരിക്കുമ്പോൾ കണ്ണിൽ കൂടെ വെള്ളം വരുന്നത് കണ്ടിട്ടുണ്ടോ? എത്ര കഠിനമായ മനസ്സും ഒന്ന് ഉരുകിപ്പോകും അവിടെ. ഞാൻ ചില ആളുകളോട്, എൻ്റെ സഹപ്രവർത്തകർ ചിലരോട്, ദൈവത്തിൻ്റെ വചനം സംസാരിക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ഇവർ കരയുന്ന കാണാം. എന്തിനാ കരയുന്നത്? വളരെ ബോൾഡായ ആൾക്കാരാണ്, ഭയങ്കരമായിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കാൻ കഴിവുള്ളവരാണ്. അത് നമ്മൾ പറയുന്ന വാക്കുകളുടെ ശക്തിയല്ല, മറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാണ് അവിടെ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഭയങ്കരമായിട്ടുള്ള പവറുള്ളതാണ് എന്ന് കുഞ്ഞുങ്ങൾ ഓരോരുത്തരും ഇത് തിരിച്ചറിയണം. നമ്മുടെ ദൈവത്തിൻ്റെ വചനമൊക്കെ നമ്മുടെ ചർച്ചകളിൽ വായിക്കപ്പെടുമ്പോൾ ഇത് വെറും പ്രസ്താവനകളല്ല. ദൈവവചനമെന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യരുടെയും ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഉടലെടുത്ത സത്യങ്ങളാണ് ദൈവത്തിൻ്റെ വചനം. ജോസഫിൻ്റെ ജീവിതം പഠിക്കുന്നു നമ്മൾ, നെഹമ്യാവിൻ്റെ ജീവിതം പഠിക്കുന്നു, യോഹന്നാൻ്റെ ജീവിതം പഠിക്കുന്നു, പത്രോസിൻ്റെ പൗലോസിൻ്റെ ജീവിതമാണ്, ജീവിതവുമായി ബന്ധമുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം അത്രമാത്രം പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ യേശുവിൻ്റെ രക്തം, ദൈവത്തിൻ്റെ വചനം, മൂന്നാമത്തേത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇല്ലാതെ ഈ ലോകത്ത് ഒരു മനുഷ്യർക്ക് നിൽക്കാൻ പറ്റത്തില്ല. നിൽക്കാൻ പറ്റും, ലോക മനുഷ്യർക്ക്, അവർക്ക് വേറെ പവർ ഉണ്ടാവും. നമ്മളുടെ പവർ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കണം. അന്യഭാഷ പറഞ്ഞ് കർത്താവിനെ ആരാധിക്കണം. പണ്ടൊക്കെ ഞാനും ഒരു പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ച എൻ്റെ മാതാപിതാക്കൾ അന്യഭാഷയൊക്കെ പറയും. പക്ഷേ എനിക്കത് കണ്ടിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അത് എന്തായിട്ട് നമുക്ക് തോന്നും? ഒരാൾ അന്യഭാഷ പറയുന്നത് വിശ്വാസമില്ല, അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യാത്ത ആളിന് എന്തായിട്ടാണ് തോന്നുക? എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചപ്പോൾ എത്ര നേരം വേണമെങ്കിലും പ്രാർത്ഥിക്കാൻ സാധിക്കും, ആത്മാവിൽ പ്രാർത്ഥിക്കാൻ സാധിക്കും. പ്രാർത്ഥനയുടെ ഒരു പ്രത്യേക തലത്തിലേക്ക് നിങ്ങൾ മാറും. ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കാം, ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കാം. ആത്മാവ് താനും ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. കുഞ്ഞുങ്ങളെല്ലാവരും ആത്മാവിൽ നിറയുവാനും ഇതെന്താണ് ഈ ശക്തി എന്നൊന്ന് തിരിച്ചറിയുവാനും നിങ്ങൾ ശ്രമിക്കണം. അതിനുള്ള താല്പര്യം നിങ്ങളിൽ ഉണ്ടാകണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ആരുടെയും മോട്ടിവേഷൻ ക്ലാസ്സിൻ്റെ ആവശ്യമില്ല. പരിശുദ്ധാത്മാവ് സ്വയം മോട്ടിവേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പം ഞാനിവിടെ നടത്തുന്ന എൻ്റെ ഈ ദുർബലമായ വാക്കുകൾക്കൊന്നും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിനും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്കും നിങ്ങൾക്ക് ആർക്കും തകർക്കാനാവാത്ത മോട്ടിവേഷൻ തരാൻ കഴിയുന്നത് അതുമാത്രമാണെന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളാണ്. പലരും ക്ഷീണിച്ച് തളരുമ്പോൾ, ജീവിതത്തിൽ തളർന്നു പോകുമ്പോൾ പിടിച്ചു നിർത്തുന്ന ഒരേ ഒരു കാര്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. നിങ്ങൾ ചെല്ലുന്ന മേഖലകൾ എവിടെയുമാകട്ടെ, നിങ്ങൾ കടന്നു പോകുന്ന രാജ്യങ്ങൾ എവിടെയുമാകട്ടെ, നിങ്ങൾ ചെല്ലുന്ന പ്രതിസന്ധികൾ എന്തുമാകട്ടെ, നിങ്ങളുടെ കൂടെയുള്ളവർ ആരുമാകട്ടെ, നിങ്ങളെ ധൈര്യപ്പെടുത്തുകയും നിങ്ങൾക്ക് ബലം തരികയും ചെയ്യുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. അതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, പരിശുദ്ധാത്മാവ് ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കും. യേശു പറഞ്ഞതാണ്, ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കും, ദൈവവചനം നമ്മളോട് സംസാരിക്കും. ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഇവിടെ കാണാതെ പറയുന്ന ആ ദൈവത്തിൻ്റെ വചനമുണ്ടല്ലോ, ആ ദൈവത്തിൻ്റെ വചനം ഇനി ഇവർ 30 വയസ്സൊക്കെ ആകുമ്പം ഇവരൊരു വിദേശ രാജ്യത്ത് പോയി അവിടെ വെച്ചൊരു ട്രെയിനിൽ വെച്ച് യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ വചനം അവരോട് സംസാരിക്കും. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധിയിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവിനോട് സംസാരിച്ചിട്ടുണ്ട്. ശബ്ദമൊന്നും കേട്ടിട്ടില്ല. എന്നോട് ഞങ്ങളുടെ പാസ്റ്റർമാർ പണ്ട് ചോദിക്കുമായിരുന്നു, മോളോട് ദൈവാത്മാവ് സംസാരിച്ചിട്ടുണ്ടോ? അപ്പോൾ ഞാൻ വിചാരിക്കും, എങ്ങനെയാണ് ഈ ദൈവാത്മാവ് സംസാരിക്കുന്നത്? ശബ്ദം കേൾക്കുകയാണോ? അപ്പോൾ ശൗമേലെ ശൗമേലെ എന്നൊക്കെ വിളിക്കുന്നത് കേട്ടോ, എന്താണ് ഈ സംസാരിക്കുന്നത്? പിന്നെ ഞാൻ അനുഭവിച്ചു. ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് സംസാരിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ നിനക്ക് മുൻപായി പോകും, ദുർഘടങ്ങളെ നിരപ്പാക്കും, ഇരുമ്പോടാമ്പലുകളെ നിൻ്റെ മുമ്പിൽ തകർത്ത് കളയും. ഞാൻ വിചാരിച്ചു, ദൈവമേ ഇതെന്തോ ഈ പറയുന്നത്? ശക്തമായ ഒരു തള്ളൽ ഹൃദയത്തിനകത്തേക്ക് വരികയാണ്. പിന്നെയും ഈ ശബ്ദമായിട്ടൊന്നും കേൾക്കുന്നില്ല കേട്ടോ കുഞ്ഞുങ്ങളെ. നിങ്ങൾക്ക് ദൈവാത്മാവ് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നാണ്. ഞാൻ നിനക്ക് മുൻപായി പോകും, ദുർഘടങ്ങളെ. അപ്പോൾ എനിക്ക് മുൻപായിട്ട് എന്തോ ഉണ്ട്, ദുർഘടങ്ങളുണ്ട്, ഇരുമ്പോടാമ്പലുകളുണ്ട്, അത് ഞാൻ തകർത്ത് തരാമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഓർമ്മിപ്പിച്ചതാ. കൊച്ചിലെ സൺഡേ സ്കൂൾ പഠിച്ചതാ. ആ വചനം ദൈവം എന്നോട് സംസാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞത്, ദൈവദാസന്മാരിലൂടെ ദൈവത്തിൻ്റെ വചനം സംസാരിക്കും, പ്രവചന ദൂതുകളായി സംസാരിക്കും. നമ്മളെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തും, പ്രകൃതി ശക്തികളിൽ നിന്ന്
നമ്മളോട് സംസാരിക്കും. അതുപോലെ നമുക്കറിയാം, ഈ ടീനേജ് പ്രായമെന്ന് പറയുന്നത് വലിയ ഹോർമോൺ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുന്ന കാലഘട്ടമാണ്. 25 വയസ്സ് വരെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്ന കാലഘട്ടമാണ്. കുട്ടികൾക്ക് ബോറടിക്കുന്നു. പിള്ളേരൊക്കെ പറയുന്ന ബോറടിക്കുന്നു. വീട്ടിൽ പേരൻസിനോട് പറയാം ബോറടിക്കുന്നെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്യണം, നിങ്ങൾ എൻഗേജ്ഡ് ആവണം, ഫുള്ളി എൻഗേജ്ഡ് ആവണം. അപ്പോൾ എങ്ങനെയാണ് ബോറടിക്കുന്നത്? ഞങ്ങളൊക്കെ പ്രായമുള്ളവർക്ക് ബോറടിയില്ലല്ലോ. എന്താ കാരണം? ഞങ്ങൾ ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴും ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ട് ജീവിക്കുക, ബോറടി ഉണ്ടാവില്ല. ദൈവത്തിന് സ്വപ്നം അഭിഷേകം പ്രാപിച്ചവർക്ക് ബോറടിയൊന്നുമില്ല കേട്ടോ. ആത്മാവിൽ നടക്കുവാൻ അവർക്ക് കഴിയും. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം അവർക്ക് കേൾക്കുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. അതുപോലെ വിവാഹം കഴിക്കാൻ പോകുന്നവരോട് വിവാഹത്തിന് മുൻപേ നിങ്ങൾ പ്രാർത്ഥിക്കുക, നന്നായി പ്രാർത്ഥിക്കണം. വിവാഹം കഴിക്കുന്ന ഏറ്റവും നല്ല പെർഫെക്റ്റായ ഒരാളെ കല്യാണം കഴിക്കാൻ കിട്ടുമെന്ന് വിചാരിക്കരുത്. പക്ഷേ ദൈവം നിങ്ങളെ പെർഫെക്റ്റ് ആക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവം ഏറ്റവും നല്ലത് നമുക്ക് തരുന്നതിന് വേണ്ടി ദൈവസന്നിധിയിൽ ദൈവിക ആലോചന പ്രകാരം മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അതുപോലെ സ്കൂളിൽ, ജോലി സ്ഥലത്തെല്ലാം മറ്റുള്ളവരുടെ മുൻപിൽ ഒരു മാതൃകയായി ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. എപ്പോഴും ഉത്സാഹികളായിരിക്കുവാൻ, കഠിനാധ്വാനം ചെയ്യുവാൻ. നീ ഉറുമ്പിൻ്റെ അടുക്കൽ ചെല്ലുക, കൂടെ ഉറക്കം, കൂടെ കൈകെട്ടി കിടക്കുക. നിൻ്റെ ദാരിദ്ര്യം വഴിപോക്കിനെ പോലെയും നിൻ്റെ ബുദ്ധിമുട്ട് ആയുധപാണിയെ പോലെയും വരും. അപ്പം നന്നായിട്ട് അധ്വാനിക്കണം. കുട്ടികൾ നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് അധ്വാനിക്കണം. ജോലി ചെയ്യുന്നവർ ഉത്സാഹത്തോടെ ജോലി സ്ഥലത്ത് നിൽക്കണം. ഇല്ലെങ്കിൽ ദാരിദ്ര്യം ആയുധപാണിയെ പോലെ വരും. അതായത് യുദ്ധ ദിവസത്തിൽ കീശയിൽ ആയുധമില്ലാതായി പോകും. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട്. അഭിഷേകം പ്രാപിക്കുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം ദൈവം വരങ്ങൾ നൽകും. സഹോദരിമാർക്ക് നൽകിയിട്ടുണ്ട്. അതിഥി സൽക്കാരമായിരിക്കാം, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നതായിരിക്കാം. 1 കൊരിന്ത്യർ 2:4 വായിച്ചുകൊണ്ട് പെട്ടെന്ന് നിർത്താം, എൻ്റെ സമയം കഴിഞ്ഞു. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചിട്ട് പ്ലീസ്. 1 കൊരിന്ത്യർ ആണോ? ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ പ്രാപ്തരാകേണ്ടതിന് 1 കൊരിന്ത്യർ 2-ാം ലേഖനമാണ്. 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം ഞാൻ വായിക്കാം. ദൈവം വായിച്ച് വേഗം വിട്ട് കഴിഞ്ഞപ്പോൾ അർത്ഥം നമുക്ക് മനസ്സിലാവില്ല. 3 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പിക്കാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെ അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കും. നമ്മുടെ ജീവിതത്തിലെല്ലാം കഷ്ടങ്ങൾ വരും കേട്ടോ. കുഞ്ഞുങ്ങൾക്കും വരും, വലിയവർക്കും വരും. നമ്മുടെ കഷ്ടങ്ങളിൽ ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുന്ന എന്തിനാണെന്നറിയാവോ? നമ്മൾ മറ്റുള്ളവർക്ക് ആശ്വസിപ്പിക്കണമെങ്കിൽ ശക്തി വേണം. എല്ലാവർക്കും എല്ലാവരെയും ആശ്വസിപ്പിക്കാനൊന്നും പറ്റത്തില്ല. ആശ്വസിപ്പിക്കണമെങ്കിൽ ശക്തി വേണം. ആ ശക്തി നമുക്ക് തരുന്നതിന് വേണ്ടിയാണ് ദൈവം ചില കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പെർമിറ്റ് ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, യൗവനക്കാർ ഇടറി വീഴും. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ ക്ഷീണിച്ചു പോകാതെ ഓടും, തളർന്നു പോകാതെ നടക്കും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പ്രാർത്ഥന അതിശക്തമായ ഒരു ആയുധമാണ്. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയണം. ഒരു കാര്യം കൂടി പറഞ്ഞാൽ എൻ്റെ സമയം പോകുന്നത് എനിക്ക് വളരെ പേടിയാണ്. പെട്ടെന്ന് നിർത്തിക്കോളാം. നമ്മളുടെ ദൈവമക്കളുടെ കുടുംബത്തിന് നേരെ, കുഞ്ഞുങ്ങൾക്ക് നേരെ, നമുക്ക് ഓരോരുത്തർക്കും നേരെ അതിശക്തനായിട്ടുള്ള ഒരു ശത്രുവുണ്ട്. അത് പിശാചാണ്. പിശാചിനെ ഗ്ലോറിഫൈ ചെയ്യാനല്ല പിശാച് ശത്രുവാണെന്ന് പറഞ്ഞത്. പിശാചിൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരായിരിക്കരുത്. ഭയങ്കരമായ സാത്താന്യ പോരാട്ടങ്ങൾ ദൈവമക്കൾക്ക് നേരെ, ദൈവവചനവുമായി നിൽക്കുന്നവർക്ക് നേരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ പ്രാപിച്ചവർക്ക് നേരെ ഉണ്ട്. നമുക്ക് പോരാട്ടമുള്ളത്. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ പറഞ്ഞത് നമുക്ക് പോരാട്ടമുള്ളത് ആരോടല്ല? നമ്മുടെ അയൽവക്കക്കാരോടോ, നമ്മുടെ റിലേറ്റീവ്സിനോടോ, നമ്മുടെ വീട്ടിലുള്ളവരോടോ, നമ്മുടെ ഭർത്താവിനോടോ, മക്കളോടോ ഒന്നുമല്ല. നമുക്ക് പോരാട്ടമുള്ളത് വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകളോടും സകലവും സമാപിച്ചിട്ടവൻ്റെ മുമ്പിൽ നിൽക്കുവാൻ ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ ദൈവമക്കളുടെ കുടുംബം സാത്താൻ്റെ നമ്പർ 1 ടാർജറ്റാണ്. ദൈവത്തിന് സ്തോത്രം. എതിർത്ത് നിന്നാൽ സാത്താൻ ഓടിപ്പോകും. എതിർത്ത് നിൽക്കണം എന്നുള്ളതാണ്. പോയിട്ട് എതിർപ്പ് കുറയുമ്പോൾ പിന്നെയും വരും. പിശാചിനെ ഭയപ്പെടരുത്. കർത്താവിനോടുള്ള പിശാചിൻ്റെ ഒരു പ്രത്യേകത നമ്മളെ പേടിപ്പിക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ്. ഭയപ്പെടുത്താൻ ശ്രമിക്കും. കുഞ്ഞുങ്ങളിലൊക്കെ ഭയത്തിൻ്റെ വിത്തുകൾ വിതറും, കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തും, പഠിക്കുവാൻ ഭയം. എത്രയോ കുഞ്ഞുങ്ങളുടെ അടുക്ക വരാറുണ്ടെന്നറിയാമോ? പരീക്ഷയാകുമ്പോൾ പേടി, എന്താണെന്നറിയത്തില്ല, തോറ്റുപോകുമെന്ന് പേടി. ഞാൻ തോറ്റുപോകട്ടെ. സ്കൂളിൽ പോകാൻ പേടി, സ്കൂളിൽ പോകാൻ പേടിയായിട്ട് എത്രയോ കുഞ്ഞുങ്ങൾ. സൈക്കാട്രിയുടെ മെഡിസിൻ കഴിക്കുന്ന കുഞ്ഞുങ്ങൾ എൻ്റെ സ്കൂളിൽ വരാറുണ്ട്. ചേർത്ത് പിടിച്ചിട്ട് ദൈവം സഹായിക്കുമെന്ന് പറയും, നീ പ്രാർത്ഥിക്ക്. അപ്പോൾ ഹിന്ദുക്കളാണ്, മുസ്ലിംസാണ്. ഞാൻ ജോലി ചെയ്യുന്ന ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുടെ കൂടെയാണ്. എൻ്റെ സഹപ്രവർത്തകർ, ഇവിടെ പ്രധാനപ്പെട്ട പള്ളികളിൽ പ്രസംഗിക്കുന്ന ഉസ്താദുമാരുണ്ട്, എന്നോട് ഇടപെടുന്നവരൊക്കെ അങ്ങനെയുള്ളവരാണ്. ദൈവം നിങ്ങൾ, യേശു എന്നുള്ള പദം എനിക്ക് പലപ്പോഴും ഉപയോഗിക്കാൻ സാധിക്കില്ല, എങ്കിൽ പോലും നീ സത്യദൈവമുണ്ട്, ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പറയാൻ കഴിയും. ഞാൻ പറഞ്ഞത്, പിശാച് നമ്മളെ ഭയപ്പെടുത്തും, പക്ഷേ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ സകല ഭയങ്ങളിൽ നിന്നും, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയും. ദൈവത്തിന് സ്തോത്രം. അപ്പം ഞാൻ കുഞ്ഞുങ്ങളോട് വീണ്ടും പറയുന്നു, എല്ലാം പറയാൻ എനിക്ക് പറ്റിയില്ല. 1, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. 2, യേശുവിൻ്റെ രക്തം. 3, ദൈവത്തിൻ്റെ വചനം. മറ്റൊന്ന്, പ്രാർത്ഥന എന്ന ആയുധം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ.